ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നുകൊണ്ടുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തുടക്കമല്ലേ, ഇനിയുണ്ടല്ലോ സമയം. അപ്പോൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലുള്ള വിസ്മയങ്ങളിലൊന്നാകാം, ബാക്കി കാര്യങ്ങൾ പിന്നീടാകാം. അതാതല്ല ഭരണ നടപടികൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ അത് ചെയ്യുമ്പോൾ പൊതുവിൽ പ്രവർത്തനത്തിന് സഹായകരമാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് വരും. ഇന്ത്യ മുന്നണി യോഗത്തിലെ വളരെ പൊളിറ്റിക്കൽ അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ നടന്ന കാര്യം കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. ശരിയാണോ? ഇന്ത്യ മുന്നണി യോഗത്തിൽ സംബന്ധിച്ച ഒരു കാര്യം അത് പോഡ്കാസ്റ്റായി പുറത്തു വരുന്നു. കെട്ടിപ്പിടിക്കൽ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാകാറില്ലല്ലോ. അപൂർവമായിട്ട് ചില ആളുകളെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ കാണുമ്പോൾ സാധാരണ ഒന്നുകിൽ പരസ്പരം വണങ്ങും, അല്ലെങ്കിൽ കൈകൊടുക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഈ പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ചിത്രീകരണമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ സംസാര രീതി തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യ വേദിയെ കാണുന്നു എന്നുള്ളതാണ്. വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. അതിലേക്ക് അത്ര വിശദമായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇന്ത്യാവേദി ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാത്രമല്ല, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, അതുപോലുള്ള നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാര പാർട്ടികൾ ആ യോഗത്തിൽ തന്നെ ശബ്ദമുയർത്തിയത്, കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ ശബ്ദിച്ചത്. ഇപ്പോൾ DMK ഇവിടെ നിൽക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും ഇടയാക്കിയത് കോൺഗ്രസിൻ്റെ സമീപനമാണ്. കോൺഗ്രസിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ സമീപനമാണ്. അത് ഇന്ത്യാവേദിയെ ശക്തിപ്പെടുന്ന രീതിയിലുള്ളതല്ല എന്നതാണ് യഥാർത്ഥ നില. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പലപ്പോഴും BJPയെ സഹായിക്കുന്ന നിലയാണ് വരുന്നത്. BJPയുടെ സഹായിയായി മാറുന്ന അവസ്ഥ ഇത്തരം പ്രവൃത്തികളിലൂടെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാവുകയാണ്.